24 hours ഉറങ്ങാണ്ടിരിക്കുക കുടിക്കാൻ പോവാണ് ഗൈസ്. ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി വേണമെങ്കിൽ അപ്പോട്ട് പറഞ്ഞുതരും, എനിക്കറിയില്ല. തൂങ്ങിട്ടയാ തൂക്കില്ല അതപ്പോട്ടെ. വല്ല പൊട്ടക്കിണറ്റിന് പോയി തുള്ളാനൊക്കെ പറഞ്ഞു. എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പൊട്ടക്കിണറ്റിന് തുള്ളാൻ അപ്പാട്ടമാണ് തുള്ളു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചാലഞ്ച് കൊണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ചാലഞ്ച് പറഞ്ഞ് തുടങ്ങിയില്ലെങ്കിൽ നാളെ ചാലഞ്ച് വെക്കാം. സോ നമ്മള് കൊറേ നമ്മളിങ്ങനെ ഓരോരോ ചാലഞ്ചസ് ആയിട്ട് തപ്പി. അപ്പം നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ചാലഞ്ച് കിട്ടിയത് എന്താ വെച്ചാല് 24 hours ഉറങ്ങാണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ശനിയാഴ്ചയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നാളെ ഞായറാഴ്ചയാണ്. അപ്പം സോറി ഞായറാഴ്ചയായി. അപ്പൊ നമ്മള് ടൈം സ്റ്റാർട്ട് ചെയ്യണത് 12:36 ഓക്കെ 12:36 സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ദിവസം 12 രാത്രി 12 അല്ല രാവിലെ തിങ്കളാഴ്ച രാവിലെ 12:36 വരെ നമ്മൾ ഉറങ്ങുന്നില്ല ഗൈസ്. അതെങ്ങനെ 24 മണിക്കൂറാവും? അത് 12 മണിക്കൂറല്ലേ ഉള്ളൂ. ബെസ്റ്റ് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും അടുത്ത 12 മണിക്കൂറാവും. പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂർ. അതാ പറഞ്ഞ നാളെ രാത്രി 12:36 ആകുമ്പോ ഒരു ദിവസം ആവും. ഞാൻ ഉദ്ദേശിച്ചത് അപ്പോട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര പോലും മാത്സ് അറിയത്തില്ല. ഇത് മാത്സ് ടൈം സോൺ റെയിൽവേ ഉറക്കപ്പിച്ചില് പലതും പറയുന്നു. ഇപ്പൊ തന്നെ 12 മണി കഴിഞ്ഞപ്പോ തന്നെ 3 ആൾക്ക് ഉറക്കം വന്നു. അത് മുരളിയാണ് സെലക്ട് ആക്കിയത്. 12 മണി എന്നുള്ള സമയം നീ ഞാൻ സെലക്ട് ആക്കിയത്. അതാണ്. അല്ലെങ്കിൽ നമ്മൾ 9 മണിക്ക് സെലക്ട് ആക്കിയിരുന്ന അടുത്ത് അല്ലെങ്കിൽ ഒരു 6 മണിക്ക് സെലക്ട് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, നാളെ വൈകുന്നേരം 6 മണി. ഞാൻ കണ്ട ചാലഞ്ച് മൊത്തം അവരെടുത്തേക്കുന്നത് ഒരു 6 മണിക്കൊക്കെയാണ്. 6 മണി 7 മണിക്കൊക്കെയാണ്. നമ്മള് വ്യത്യസ്തമായി നല്ല മണ്ടത്തരം. ഇതുവരെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇതിപ്പോ നമുക്ക് ഡബിൾ ചാലഞ്ചാണ്. കാരണം 24 മണിക്കൂർ ചാലഞ്ച് അല്ലേ, 6 മണിക്കൂർ തീർന്നു. ഓക്കെ 6 മണിക്കൂറായി. 4 മണിക്ക് മുമ്പ് ഉറങ്ങിയാണെന്നല്ല 4 5 എന്താണ് 7 മണിക്കൂറായി ബ്രോ. എടാ ഞാൻ വിചാരിട്ടെ ആ 7 മണിക്കൂർ നമ്മൾ ലോഗ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത് കൂട്ടൂല. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അത് മൊത്തം പോയി. മനസ്സിലായോ? ആ 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അടുത്ത ദിവസം 9 മണി വരെ പറ്റുമെന്ന്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ 36 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓർഗനൈസേഷനിൽ പലതും പറയാം. ഇപ്പൊ തന്നെ ഇത് 2 പ്രാവശ്യം ഞാൻ പറയട്ടെ, ഉറങ്ങിക്കഴിഞ്ഞാ പോയി. ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജയിച്ചു. ശരിക്കും 3 പേരും ഉറങ്ങാതെ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 3 പേർക്കും ബെറ്റ് വെക്കാം. എന്നിട്ട് 3 പേരും 2000 ഞാൻ 1000 ഉറങ്ങുന്നില്ല. ഉറങ്ങാതെ ആൾക്ക് ഫേവർ ആർക്കും പെട്ട് കിട്ടും. അത് വേണ്ട. 2000 സെയിം 2000 രൂപ. അതായത് ആമി വെക്കുന്ന 2000 രൂപ തന്നെ എന്റെ അല്ലെങ്കിൽ ആമിന്റെ 2000 രൂപ 1000 രൂപ. ഓക്കെ അല്ല 3000 രൂപ. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ 2 പേരും എനിക്ക് 1000 രൂപ തരണോ? 2000. ഇത് ഞാൻ ജയിച്ചാൽ 2000 രൂപ. ബ്രോ ചോദിച്ചാൽ ബ്രോ ആമി എനിക്ക് 1000 രൂപ തരണം. 2000 രൂപ തരണം. ഇത് ആമി ചോദിച്ചാൽ ആമിയും ബ്രോ അത് കൊള്ളാലോ. ഞാൻ ആലോചിക്കുക, ഇതിന് എനിക്ക് കിട്ടുന്നില്ലല്ലോ, മൊത്തം അവരാണല്ലോ കിട്ടുന്നത്. ആര് ജയിക്കുവാണെങ്കിലും ജയിക്കുന്ന ആൾക്ക് 2000. സംതിങ്ങിനാണ് 12:36 തുടങ്ങിയത്. ഇപ്പം
അടിപൊളിയായിട്ട് എല്ലാം പോകുന്നുണ്ട്. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറക്കം വരുന്നോണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മള് നല്ല രീതിക്ക് ഇപ്പൊ പോകുന്നുണ്ട്. 1 മണിക്കൂറായിട്ടേ ഉള്ളൂ അല്ലേ? 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായി. ഇനി 23 മണിക്കൂറും കൂടി കിടക്കണം. എങ്ങനെ പോകുന്നത് അറിഞ്ഞൂടാ. നോക്കാം. സോ അടുത്ത പണി തരാം. വീടൊക്കെ തൂത്ത് വരി തുടച്ചു. വീടൊക്കെ തൂത്ത് വരും തുടച്ചിട്ട്. ഓക്കെ. ഈ വീട്ടിൽ ഒരുത്തം മാത്രമേ കിടന്നുറങ്ങുന്നുള്ളൂ. അതാണ് ബറാസ്. അവന് ഈ ചാലഞ്ചും ഇല്ല, ഒന്നുമില്ല. പാവൻ കിടന്നുറങ്ങും. ഇടക്കിടക്ക് ഇംഗ്ലീഷ് ഒക്കെ പറയും. ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇത് ആണ് ഗൈസ്. എന്ത് പറയട്ടെ, നമ്മള് സത്യസന്ധരായോട് കുറച്ച് പറയട്ടെ ഗൈസ്. ഒരു മിനിറ്റ് ഞാൻ കഴിക്കണം. ഞാനിവിടെ ഉച്ചക്ക് ചിക്കൻ വാങ്ങിച്ചതിന് ബാക്കി ഉണ്ടായിരുന്നു. ഇവരൊക്കെ തുമ്മേന്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ണടച്ചു പിടിച്ചോ. എന്നിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇവിടുന്ന് പോയപ്പോ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ചിക്കൻ എടുത്തിട്ട് ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞ. എന്നിട്ട് ഇവൻ എടുത്തു വെച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ വൈകുന്നേരം ഷൂട്ടിന് പോയപ്പോ ഇവരെ കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ എടുത്തു വെച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇവനിന്ന് തൈര് യൂസ് ആക്കിയോണ്ട് ഞാൻ വിചാരിച്ചു തൈര് എടുക്കാൻ വേണ്ടി എടുത്തപ്പത്തെ ചിക്കൻ ഉള്ളിൽ അതുകൊണ്ടാണ്. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു. എന്നിട്ട് ഈ 12:36 നമ്മൾ എത്ര വീഡിയോ തുടങ്ങി കഴിഞ്ഞിട്ടും ഒരു 12:40 ആയെന്ന് തോന്നുന്നു. ആ സമയം വരെ ഇവ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പോയി പാത്രം കഴുകാൻ പോയപ്പോഴാണ് കണ്ടെക്കണത്. നീ എന്തിനു കള്ളം പറഞ്ഞേ? സപ്പോർട്ട് ചെയ്യാൻ വേറൊരുത്തരും കൂടിയിട്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വിൽക്ക രണ്ടാളും. നിന്റെ കാര്യം ഉറക്കം വരുന്നോണ്ട് അവള് ചീത്ത പറയാ ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തി. അത്രേ ഉള്ളൂ. തീരുമ്പോ പണി തരാൻ ഞങ്ങളെന്താ ഇത്രമാത്രം പണിയൊന്നും. ഒരുത്തരവിടെ ജ്യൂസ് അടിച്ചു തുടങ്ങി. എടാ 2:30 മണിയായി. അപ്പൊ നമ്മള് എന്താ ചെയ്യാൻ പോയാ, ഇതുവരെ ഉറക്കം വരാത്തോണ്ട് നമ്മള് ചാലഞ്ച് ചെയ്യും. ഗെയിമാണിത്. അപ്പൊ ഇത് കണ്ണ് കെട്ടിയിട്ട് നമ്മൾ പുറകുന്ന ഞാനും മുരളിയും അല്ലെങ്കിൽ ആരാന്ന് വെച്ചാല് രണ്ടാളും കൂടിയിട്ട് അടിക്കും. അപ്പൊ ആരാണ് തല്ലുന്നത് അവരുടെ സൗണ്ട് മനസ്സിലാക്കുന്നവരെ തല്ല് കൊണ്ടുകൊണ്ടിരിക്കും. അതാണ് ഗെയിം. വെച്ചാണ് ഓക്കെ. ഇതെന്താ മിന്നൽ മുരളിയുടെ പോലെ മുരളിയല്ലേ? ശരിയില്ല. അടി കിട്ടില്ല എനിക്ക്. കിട്ടിയോ? ആമി ആമി ആമിയാണോ? അത് മുരളി. അതെന്താ അറിയോ? അപ്പോട്ട് നിക്കണ റൈറ്റ് സൈഡിലാ. എനിക്ക് തല്ലുകൊണ്ടത് ലെഫ്റ്റ് സൈഡിലാ. റെഡി? പറയട്ടെ. ആമി ഇത് വിഷ്ണു. ആമി അപ്പോട്ടെ ആണോ? ഇല്ല. ആണോ? കാരണം അപ്പോട്ടെ ഇത്ര വലുതിനെ തല്ലുള്ളൂ.
ദേഷ്യം പിടിച്ചിട്ട് മുള്ളി പാവാ. തരാം അപ്പോട്ടെ അല്ല അപ്പോട്ടെ അല്ല ആ മുള്ളി ഇല്ല അപ്പോട്ടെ ഇല്ല അപ്പോട്ടെ ഐശാശി മുള്ളി അപ്പോട്ടെ ഇല്ല ഇല്ല അവൻ അടിച്ചിട്ടില്ല അപ്പോട്ടെ അപ്പോട്ടെ മുള്ളി ഇല്ല ഞാൻ ഇവിടെ ഉണ്ട് സത്യം വന്നേ ഓക്കേ ഇല്ല അപ്പോട്ടെ ഇല്ല ഞാൻ ഇപ്പുറത്ത് ചേച്ചി ഇങ്ങനെ അടിച്ചു അതപ്പോട്ടെ ഇല്ല ഞങ്ങളുടെ ഇപ്പുറത്തുണ്ട് വീഡിയോ നോക്കിക്കോളെ വീഡിയോ നോക്കിക്കോളെ ആരാ ആരാ ഗൈസ് ഇങ്ങോട്ട് വന്നു അപ്പൊ നിന്റെ 2000 രൂപ ഇല്ല 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 ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഗായ്സ് മുരളി ഇതാ ഉറങ്ങാൻ പോവുകയാണ് എടാ പുറത്തേക്ക് വാടാ തോറ്റിട്ട് ഇവിടുന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് വേണമെങ്കിൽ നീ പോയിട്ട് കിടന്നുറങ്ങിക്കോ പിന്നെ പറയിപ്പിക്കട്ടെ എന്നെ കൊണ്ട് വാ കണ്ണോക്കട്ടെ ശരിക്കും എന്താ കോണിമല്ല എന്താ അത് കോണിപ്പല്ല മുരളി കോണിമ്പല്ല അടിക്കുന്നേ എന്തോന്നാടി ഇത് ചോര ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു അറിയോ? ഈ ഹാക്സ്, മറ്റേ പല പല ഹാക്സ് ഇല്ലേ, ഇപ്പം നമ്മുടെ പേസ്റ്റ് കൊണ്ട് ഓരോ സാധനങ്ങൾ തുടയ്ക്കുമ്പോ മായും അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ ഈ പേസ്റ്റ് വെച്ചിട്ട് ഈ മാർക്ക് റൗണ്ട് എഴുതിയിട്ട് പേസ്റ്റ് വെച്ചിട്ട് തുടയ്ക്കും. തുടച്ചിട്ട് ഞാന് അങ്ങനെ തുടച്ചിട്ട് മീൻസ് എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് റൗണ്ട് തുടയ്ക്കും. അപ്പം ഈ തുടച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഹാക്സ് വെന്റ് റോങ്. ഓ അപ്പൊ ഇത് വെന്റ് റോങ് വേണമെന്നാണ് പറയണത്. നമ്മൾ രാവിലെ നീട്ട് നടക്കാൻ പോയി. ഞാൻ പോയില്ല. അപ്പോഴാണ് തണുപ്പുള്ള നല്ല താല്പര്യം. ഞാൻ തണുപ്പുണ്ട് താല്പര്യമുണ്ടല്ലേ സാധനം ജയിക്കാൻ വേണ്ടിട്ട് അല്ല ഞാൻ പറയട്ടെ, തണുപ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. അതാണ് അപ്പോഴത്തെ മുഖത്ത് നല്ല ഉറക്കശീലം. ഞങ്ങള് കൂളായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എനിക്ക് ചുമയും വന്നു. അപ്പം ഇപ്പം നമ്മളൊരു ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ പോവാണ് ഗൈസ്. ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി വേണമെങ്കിൽ അപ്പോട്ടും പറഞ്ഞല്ലോ. എനിക്കറിയില്ല, ശരിക്കും അറിയില്ല. റെസിപ്പി ഞങ്ങൾ ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. ഇത് ഫോർ ഗ്ലോയിങ് സ്കിൻ, ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ്, പിന്നെ നല്ല ഹെയർ ഒക്കെ സെറ്റ് ആവാനും നല്ല സിൽക്കി ഹെയർ ഒക്കെ വരാനുള്ളതാണ്. മുല്ലിക്ക് എന്താ പറയുന്നത്? അത് പുതിയ തരത്തിലുള്ള ലാംഗ്വേജ് ആണ്. സേലത്ത് കണ്ടുവരുന്ന ഒരു ലാംഗ്വേജ് ആണത്. പുള്ളിക്ക് വേണ്ട ഗ്ലോയിങ് സ്കിൻ. ഇത് കുടിക്കട്ടെ. രാത്രി ഉറക്കമില്ലാത്തോണ്ട് എല്ലാ ബദാമും എല്ലാം തീർന്നു. പക്ഷെ അത്രയൊന്നും ഇത് തിന്നാൻ പാടില്ല. എങ്ങനെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പോണം. സ്റ്റീം ബാത്ത് എടുക്കാം, അതായിരിക്കും നല്ലതായിരിക്കും. കാരണം സ്റ്റീം എടുത്താൽ നല്ല ഉറക്കം. അതാണല്ലോ ചാലഞ്ച്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം ആക്കിപ്പിക്കാൻ വേണ്ടി മുരളിക്ക് വർക്കുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള വർക്ക് മൊത്തം ഒരു നൈറ്റ് കൊണ്ട് ഇരുന്ന് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ്. നമ്മളെ കോച്ച് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ജിമ്മിലെത്തി കഴിഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുരളി ജിമ്മിലേക്ക് വന്നില്ല. അന്യ മൂവിയിലില്ലേ തൂങ്ങിട്ടയാ ഇല്ല തൂക്കല സ്റ്റീം ബാത്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മള് പുള്ളി നമ്മളെ ചത്തവും. പക്ഷെ കോച്ച് വിളിച്ചോണ്ട് നമ്മൾ വന്നിട്ടാണുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു തലവേദന കോച്ചാന്റെ കൊല്ലും. ബിക്കോസ് ഒരിക്കലും ജിമ്മില് വർക്കൗട്ട് ചെയ്യണവര് ഈ ചാലഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ എന്തായാലും വർക്കൗട്ട് ചെയ്യണവർ ഉറങ്ങണം എന്നാണ് പറയാറ്. 4 മണിക്കൂർ ഉറങ്ങിയില്ല പറഞ്ഞാൽ കോച്ച് നമ്മളെ കൊല്ലും. പക്ഷെ കോച്ച് വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ രക്ഷപ്പെടുന്നില്ല പറഞ്ഞു. പിന്നെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ സ്റ്റീം ബാത്ത്. അത് നമ്മൾ ഇന്നലെ ഓർത്തില്ല. ചലഞ്ച് എടുക്കണ സമയത്ത് നമ്മൾ ഓർത്തില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പം അടുത്ത ഞായറാഴ്ച ആവണം. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ആരും കണക്റ്റഡ് ആയിരിക്കില്ല. പെണ്ണ വീട്ടിലായിരിക്കും, ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, മുരളി വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആഴ്ച തന്നെ സഹിക്കുന്നതാണല്ലേ. പിന്നെ ഒരു കാര്യം, ഉറക്കൊഴിയണമെന്നില്ല, സീനൊന്നുമില്ല. അതായത് നമ്മൾ പൊതുവെ ഉറങ്ങാൻ 3 മണി 4 മണിയൊക്കെ ആകുന്നുണ്ട്. ഇത്ര വരെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല മീൻസ് ചെറിയ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഒരു 6 മണി 7 മണി ആ സമയത്ത് അപ്പഴത്തെ എണീറ്റ് നടന്നു പോകും. പിന്നെ ഞാനാണെങ്കിലും എന്താ ഞാനവിടെ ക്ലീൻ ആക്കിയ സ്ഥലം തന്നെ പിന്നെയും ക്ലീൻ ആക്കി കൊണ്ടിരുന്നു. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇത് ഇപ്പോൾ വരെ ഫീൽ ചെയ്തില്ല. ഞാൻ 16-17 മണിക്കൂറൊക്കെ ഉറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ. പക്ഷെ ഇപ്പം എനിക്ക് ആ സാധനമില്ല. പക്ഷെ ജിമ്മിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു AC-ൻ്റെ വൈകൊക്കെ ആയപ്പോൾ ഒരു തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ജിമ്മിൽ സ്റ്റീം ബാത്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി കുളിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഉറക്കം കിട്ടും. നമ്മളങ്ങനെ ജിമ്മിൽ നിന്ന് സ്റ്റീം ബാത്തൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പകുതിൻ്റെ പപ്പേട്ടൻ പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ എപ്പോഴത്തെ ചിക്കൻ വാങ്ങിക്കാൻ അവിടെ നിൽക്കുന്നു. ഇന്ന് വർക്കൗട്ട് ഇല്ല, അതുകൊണ്ട് ഭയങ്കര ആശ്വാസമുണ്ട്. പക്ഷേ സ്റ്റീം ബാത്ത് എടുത്തതോടെ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നു. വരുന്ന വീക്കൊക്കെ ഒരു വെയിലും കൂടി കൊള്ളുമ്പോൾ ഒരുമാതിരി ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അപ്പോട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുളിച്ചൊക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോട്ടാ ഉറക്കം വരുന്നുണ്ടോ? നിന്നെ കണ്ടാ തോന്നുന്നു നീ ബ്രേക്ക് എടുത്തിട്ട് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ പോലെ. ഒരു ക്ഷീണമില്ലല്ലോ. ഉഷാറോ എന്തെന്താ എനിക്ക് ഉഷാറോവത്ത്. എല്ലാരും കൂടി ഉറക്കൂ. നമ്മൾ അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈ, മീൻ കറി. ഉണ്ടാക്കിയ ആള് അറിയാണ്. ചിക്കൻ മീനും വേണം വാങ്ങിച്ചത്. വീഡിയോയിൽ കാണാൻ വേണ്ടി ഞാനുണ്ടാക്കിയത് ഗായ്സ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇതൊന്നും ആമി ഉണ്ടാക്കിയതല്ല. ഇത് ഞാനാ, ഇതും ഞാനാ. അത് നീ, ഇത് വേറെ ആള്. ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയാ മുരളിയുള്ള? തൈര്, മീൻകറി, ചിക്കൻ എല്ലാം ഉണ്ട്. ഓ ആരുണ്ടാക്കിയ മീൻകറി? അപ്പോട്ടനാ? അല്ല, ഒരു ഫ്രണ്ട്. ആരാ ചിക്കൻ ഉണ്ടാക്കിയ? മുരളിയ? നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാനാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മള് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ 24 hours ചാലഞ്ച് 24 hours ആയിരുന്നില്ല, അതൊരു 36+ hours ചാലഞ്ച് ആയിരുന്നു. ഞങ്ങൾ ഉറങ്ങിയില്ല. എന്റെ കണ്ണൊക്കെ കണ്ട ഗ്ലോ ആയിട്ടുണ്ട്. ഉറങ്ങാണ്ടിരുന്ന ഗ്ലോ ആവൂടാ. അതെ, തിന്നിട്ടാണ് ഗ്ലോ ആയത്. ഒരു ദിവസം എത്ര ഫുഡാ തിന്നുന്നത്? ഇതില് ആയിട്ടില്ല, അത് ആവട്ടെ. അപ്പൊ നമ്മള് 36 അല്ലെങ്കിൽ 24 hours ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാ ഇപ്പൊ ടൈം എത്രയെന്ന് കാണിച്ചു തരാം. ടൈം ഈസ് 12:24. നമ്മൾ 36-ലാണ് നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉറങ്ങാണ്ടിരിക്കാനുള്ള വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ടയേർഡ് ആവാണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല,
ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുന്ന കാര്യങ്ങളാണ് കൂടുതലും. കാരണം കൂടുതൽ ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ നമ്മള് നല്ല രീതിക്ക് നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങി, പ്ലസ് നമ്മള് എന്താ പറയാ നമ്മള് ഫുഡ് കഴിച്ചു, നടക്കാൻ ഇറങ്ങി, സ്റ്റീം ബാത്തിന് പോയിട്ട് തലവേദന. വർക്കൗട്ടും കൂടി ചെയ്തിരുന്നെങ്കിൽ തീർന്നേനെ. നമ്മള് വ്ലോഗ് തുടങ്ങണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് പുലർച്ചെ ആയി കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിച്ച് വെളിച്ചം കണ്ട പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉറങ്ങുന്ന ടൈമല്ല, 2 മണി 3 മണിയൊക്കെ ആവും നോർമലി ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര ടഫായിരിക്കും ഈ ഒരു സംഭവം ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഗൈസ്, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഉറങ്ങാണ്ടിരിക്കുന്ന വലിയ പാടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ അങ്ങനത്തെ വലിയ ശീലമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ 10 മണിക്ക് 11 മണിക്കൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് ഉറങ്ങണമൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. എപ്പോഴാണോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈം, ആ കിടക്കുന്ന ടൈം മാത്രമേ കുറച്ച് സീനുള്ളൂ. ബാക്കിയുള്ള ടൈം നിങ്ങൾ 12 മണിക്കാണ് കിടക്കുന്നത് വെച്ചാൽ ആ 12, 1, 2 ആ ഒരു ടൈം മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടാവും. പക്ഷെ തിന്നാ 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 ബാത്റൂമിൽ പോവാ, എന്നിട്ട് പിന്നെ വന്ന് തിന്നാ. അപ്പൊ ഗൈസ് നമ്മള് ലോഡിങ് ഓഫ് ലോഡിങ് 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ 10 മിനിറ്റ് വേണമെങ്കിൽ 26-നല്ലേ. ഓക്കെ, 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 24 hours ചാലഞ്ച് ഒഫീഷ്യലി തീരുവാണ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ചാലഞ്ച് നമ്മൾ ഒഫീഷ്യലി അവസാനിപ്പിക്കാൻ പോവാണ്. കണ്ണൊക്കെ നോക്കി വീർത്തിരിക്കുന്നു. 12:37 ഇന്നലെ രാവിലെ 12:37 നമ്മള് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതിന്റെ ഇടയിൽ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇത് 24 മണിക്കൂറല്ലേ. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പം ഇനി 21 മണിക്കൂർ. അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് പുലർച്ചെ ആയപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനല്ല ഒന്ന് നടക്കാൻ പോയി. അപ്പൊ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടപ്പോ കുറച്ച് സമാധാനമായി. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറയാനില്ല, എന്താ കാട്ടണേ. അപ്പൊ അങ്ങനെ നമ്മള് നല്ല രസമുണ്ടായിരുന്നു ചാലഞ്ച്. ശരിക്കും മണ്ടത്തരമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആര് ഐഡിയ ആയിരുന്നു ഒന്ന് പറഞ്ഞേ. ക്ലോസപ്പ്. അപ്പം അടുത്തൊരു ചാലഞ്ച് വരേക്കും നിങ്ങൾ എന്തെങ്കിലും ചലഞ്ച് ഇട്ടോ, നമുക്ക് പറ്റണ ചലഞ്ചൊക്കെ ഇടണേ. വല്ല പൊട്ടക്കിണറ്റിലും പോയി തുള്ളാനൊക്കെ പറഞ്ഞു. എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പൊട്ടക്കിണറ്റിൽ തുള്ളാൻ പറഞ്ഞ അപകടമാണ് തുള്ളു. ഞാൻ തുള്ളുവാണെങ്കിൽ നീയും നിന്നോളാം. അപ്പൊ ഗൈസ് സീ യു സൂൺ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ഗൈസ്. വീഡിയോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ മണി പൊട്ടിക്കുക അത് പൊട്ടിച്ചോട്ടിങ്. അപ്പൊ ശരി ഗൈസ്, സീ യു സൂൺ.